ഹലോ, ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന തൂജ പ്ലാന്റിനെ പറ്റിയാണ്. ഈ തൂജ പ്ലാന്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം നമുക്ക് ഒരു 3 അടി മുതൽ 60 അടി വരെ വളരുന്ന വെറൈറ്റീസും ഉണ്ട്. ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം, താഴ്ത്തും വളർത്താം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. സൂര്യപ്രകാശത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണിത്. ഷെയ്ഡിൽ വച്ചാൽ കമ്പുകൾ അനാവശ്യമായി നീളം വയ്ക്കുകയും അതിൻ്റെ തിക്നെസ് കുറയുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. എപ്പോഴും നല്ല സൂര്യപ്രകാശത്തിൽ വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം വെള്ളവും ആവശ്യമാണ്. എന്നും നനയ്ക്കുന്നതും രാവിലെ തന്നെ നനയ്ക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. വെള്ളം ഒഴിക്കുമ്പോൾ മൊത്തമായി ഇലകൾ നനയാതിരിക്കുന്നതാണ് നല്ലത്. നനഞ്ഞ ഇലകളിൽ സൂര്യപ്രകാശം എത്താതെ വരികയാണെങ്കിൽ ഫംഗൽ അറ്റാക്ക് വരാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മണ്ണ്, അതായത് 50% മണ്ണ്, ഒരു 30% ചകിരിച്ചോറ്, പിന്നീട് ഏകദേശം ഒരു 20%-ഓളം വെർമി കമ്പോസ്റ്റോ അഥവാ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാം. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നടാം. ചില ഇനങ്ങളിൽ വിത്തുകൾ പാകി ഉണ്ടാക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 6 ഇഞ്ചുള്ള നീളമുള്ള കമ്പുകൾ കട്ട് ചെയ്ത് അതിൻ്റെ താഴെ ഭാഗത്തെ ഇലകൾ മാറ്റിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗിൻ്റെ അകത്ത് മണ്ണും ചകിരിച്ചോറും മാത്രം അത് തുല്യ അളവിൽ നിറച്ചതിന് ശേഷം അതിൽ നട്ടുപിടിപ്പിച്ച് വയ്ക്കാവുന്നതാണ്. നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ചട്ടിയിലേക്ക് നമുക്കത് മാറ്റി നടാവുന്നതാണ്. വളപ്രയോഗത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് 19-19-19 കൊടുക്കാവുന്നത് നല്ലതാണ്. ഒരു 3 മാസം കൂടുമ്പോൾ വളപ്രയോഗം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ചെടി ശരാശരി വളർച്ച കാണിക്കുന്നതാണ്. അതിന് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ അടിയിൽ ഭാഗം ഇങ്ങനെ മെറൂൺ ഷെയ്ഡായിട്ട് ഉണങ്ങി വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അത് ഒരു വളർച്ചയുടെ ഘട്ടമാണ്. അടിഭാഗമാണെങ്കിൽ നമുക്ക് വളർച്ചയുടെ ഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മുകൾ ഭാഗത്താണ് ഇലകൾ ഇങ്ങനെ വരികയാണെങ്കിൽ അത് അസുഖമാണ്, ഫംഗൽ അറ്റാക്കാണ്. ഇലകളിലൂടെ വെള്ളം ഒഴിക്കുന്നതും സൂര്യപ്രകാശത്തിൻ്റെ കുറവും കൊണ്ടാണ് ഫംഗൽ അറ്റാക്ക് ഉണ്ടാകുന്നത്. മുമ്പ് പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അസുഖം മുഴുവനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ പ്ലാന്റ്സ് നിങ്ങളുടെ ഇല്ലെങ്കിൽ എല്ലാവരും വാങ്ങി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.